കാശുണ്ടാക്കാനുള്ള ഒരു എളുപ്പ വഴി. ഒരുപാട് പൈസയൊന്നുമില്ല, കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിലേക്ക് സേവ് ചെയ്ത് തരാനുള്ള 3 ടിപ്പുകൾ. ഏറ്റവും ആദ്യത്തേത്, ഇന്നിപ്പോ ഈ നിമിഷം ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ പോലെയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകൾ നിർത്തിക്കോ. അൺഇൻസ്റ്റാൾ ചെയ്യും, കട്ടയ്ക്ക് അൺഇൻസ്റ്റാൾ ചെയ്യും. നിങ്ങളിപ്പോൾ അറിയാതെ ചോർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാശ് എത്രയാണ് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ തന്നെ ചുമ്മാ വെറുതെ ഈ വീഡിയോ കണ്ടതിന് ശേഷം പോയിട്ട് ഗൂഗിൾ പേ എടുത്തിട്ട് നോക്കിയാലേ, ഫോൺ പേ എടുത്തിട്ട്, ഭീം പേ എടുത്തിട്ട് നിങ്ങൾ ഏത് മണി ട്രാൻസ്ഫർ ആപ്പ് വഴിയാണോ നിങ്ങൾ പൈസ അയക്കുന്നത്, അതായത് ചുമ്മാ നോക്കി ഞെട്ടിപ്പോവും. ചെറിയ 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 പൈസകളായിട്ട് ഒരു വലിയ തുകയാണ്. പണ്ട് നമ്മൾ കറൻസി കയ്യിൽ കൊണ്ടു നടക്കുമായിരുന്ന സമയത്ത് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ലേ? അത്രയും ആവശ്യം തോന്നുന്നത് മാത്രമാണ്. ശരിയാണോ അല്ലയോ? രണ്ടാമത്തെ പോയിന്റ്, സ്റ്റോപ്പ് പർച്ചേസിങ്. എന്ന് വെച്ചാൽ കടയിൽ പോയി സാധനം വാങ്ങിക്കരുതെന്നല്ല, ഓൺലൈനിലൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആപ്പുണ്ടല്ലോ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഒരു മാസത്തേക്കൊന്ന് ട്രൈ ചെയ്യൂ. ഒരേ ഒരു മാസം നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, മീഷോ ഒക്കെ പോലെയുള്ള ഓൺലൈൻ ആപ്പുകൾ, സൊമാറ്റോ, സ്വിഗ്ഗി ഒക്കെ പോലെ നമ്മൾ നിരന്തരം യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യും. ഒരു മാസം നമുക്ക് പരീക്ഷിച്ച് നോക്കാമല്ലോ. ഇത് കഴിഞ്ഞ മാസം ഇതുപോലെ തന്നെ ഒരിടത്ത് വായിക്കുകയും ഞാനത് പരീക്ഷിച്ച് നോക്കുകയും ചെയ്തു. എനിക്കത് ഭയങ്കരമായിട്ട് സക്സസ് ആയി. ഞാൻ എത്ര രൂപ സേവ് ചെയ്തു എന്ന് നിങ്ങളോട് പറയില്ല, അപ്പം നിങ്ങൾ എന്നെ കളിയാക്കും. കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അറിയാതെ അത്രയും മാത്രം, ഒന്നാമത് ഓട്ടക്കൈയാണ്, അത്രയും മാത്രം കാശാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഓൺലൈനിലൂടെ നമുക്ക് വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന പരസ്യങ്ങൾ നമ്മുടെ കണ്ണുമുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അത്തരം സാധനങ്ങളെല്ലാം ഒരു മാസം, എൻറ്റയർ 1 month അങ്ങ് മാറ്റിയിട്ട് ഇപ്പോൾ ആ ശീലം വലിയ പ്രശ്നമില്ലതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്താൽ പോലും ചിലപ്പോൾ എനിക്കത് ആ ടെംപ്റ്റേഷൻ വരണമെന്നില്ല. മൂന്നാമത്തത്, സ്റ്റാർട്ട് സെല്ലിംഗ് എന്നുള്ളതാണ്. അതിപ്പോൾ എന്ത് വിൽക്കാൻ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ, നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ മുറിയിലോ ആണെങ്കിൽ നിങ്ങൾ ചുറ്റുപാടും ഒന്ന് നോക്കിയേ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മിനിമം ഒരു ഫർണിച്ചറെങ്കിലും അവിടെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒന്നിലേറെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതിൽ തുണികളുണ്ടാവാം, അതിൽ പഴയ ഫോൺ ഉണ്ടാകാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഇലക്ട്രോണിക് ഉപകരണം ഉണ്ടാകാം. നിങ്ങൾക്ക് ലൈബിലിറ്റി തന്നുകൊണ്ടിരിക്കുന്ന എന്തോ ഒന്ന് അവിടെ ഉണ്ട്. ചിലപ്പോൾ ആന്റിക് പീസ് തട്ടിൻ്റെ വരെ കാണുമായിരിക്കാം. എല്ലാം കൂടി എടുത്ത് OLX-ലോ അത്തരത്തിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഇട്ടങ്ങ് വിൽക്കും. അതായത് വാങ്ങുന്ന പ്ലാറ്റ്ഫോമിന് അതിനെ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വിൽക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഫോക്കസ് ചെയ്ത് ഒറ്റ മാസം, ഒരേ ഒരു മാസം നിങ്ങളിത് ചെയ്ത് നോക്കൂ. ഈ 3 ടിപ്പ് വർക്കൗട്ട് ആകും. നിങ്ങൾക്ക് അങ്ങനെ തോന്നണ്ട?